ഓറൽ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, പുകയിലയാണ് ഓറൽ ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന്. അതിപ്പോൾ സിഗരറ്റ് ആകാം, ബീഡിയാകാം, വായിൽ വെക്കുന്ന പാൻ മസാല, മുറുക്കാൻ, ഇവയിലേതുമാകാം. ഇവയിൽ അടങ്ങിയിരിക്കുന്ന അടയ്ക്ക, ചുണ്ണാമ്പ്, പുകയില ഇവയൊക്കെ കാർസിനോജൻസ് ആണ്. അടുത്തതായി മദ്യപാനവും പുകവലിയും ഒരേ ആൾക്കുണ്ടെങ്കിൽ ക്യാൻസറിനുള്ള സാധ്യത 10 മടങ്ങാണ്. സാധ്യത കുറവെങ്കിലും നിരതെറ്റിയതോ ഷാർപ്പായി നിൽക്കുന്ന പല്ലുകളോ ഫില്ലിംഗ് ഇളകിപ്പോയ ടൂത്ത് പാർട്ടോ നിരന്തരമായി കവിളിലോ നാക്കിലോ മുറിവുണ്ടാക്കുകയാണെങ്കിൽ പുണ്ണുകൾ വരികയും ക്രമേണ ക്യാൻസർ ഉണ്ടാക്കുകയും ചെയ്യും. പുകയിലയുടെയോ ആൽക്കഹോളിൻ്റെയോ അത്രയും കോമൺ അല്ലെങ്കിലും സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസായ സിഫിലിസ് ഉള്ളവരിലും ഓറൽ ക്യാൻസർ കണ്ടുവരുന്നു. അതുപോലെ തന്നെ സ്ട്രോങ് ആയ സ്പൈസസ് നമ്മുടെ സോഫ്റ്റായ ഓറൽ മ്യൂക്കോസയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എരിവ് കലർന്ന ഭക്ഷണങ്ങൾ, അതായത് ഒരുപാട് മസാലകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ പതിയെ മ്യൂക്കോസൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുകയും കോശങ്ങൾക്ക് രൂപമാറ്റം വരുത്തുകയും ക്യാൻസർ ഉണ്ടാക്കുകയും ചെയ്തേക്കാം. ചെറിയ തോതിലെങ്കിലും ഓറൽ ക്യാൻസറിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കും ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്കും പോഷകാഹാരക്കുറവുള്ളവർക്കും വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ അൾട്രാവയലറ്റ് രശ്മികൾ സ്ഥിരമായി ഏൽക്കുന്നവർക്ക് ലിപ്പിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഓറൽ സെക്സ് വഴി വായിലെത്തുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വഴി വായിലും തൊണ്ടയിലും ഓറോഫെറിഞ്ചിയൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്.